മുക്കാൽ മണിക്കൂർ തീരുമാനിക്കപ്പെട്ട ഒരു കളി. ആ കളിയിൽ മുക്കാൽ മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു ടീം വിജയിക്കാതെ വന്നാൽ കുറച്ചു സമയം കൂടി അനുവദിക്കും. ആ സമയത്തും കളി അവസാനിക്കാതെ ഒരു ടീം വിജയം കാണാതെ വന്നാൽ തീരുമാനമെടുക്കും, ഇനി രണ്ടു ടീമുകളും തമ്മിൽ പെനാൽറ്റി അടിക്കട്ടെ, രണ്ടു ടീമുകളും തമ്മിൽ ഒന്നുകൂടി മത്സരിക്കട്ടെ. അതിനുവേണ്ടി നിശ്ചിത സമയം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റിൽ അണിനിരന്നുകൊണ്ട് ഒരു ടീമിന്റെ കളിക്കാരൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറുവശത്തെ കളിക്കാരൻ അടിക്കുന്നു. അങ്ങനെ ഏതു ടീമാണോ ആദ്യം ഗോൾ അടിച്ചത്, അല്ലെങ്കിൽ ഏതു ടീമാണോ മുന്നിട്ട് നിന്നത്, ആ ടീമിനെ വിജയിയായി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ ടീം വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ കളിക്കളം വിട്ടുകൊണ്ട് നമ്മൾ ഓടിപ്പോരുന്നു, കളിക്കളം വിട്ടുകൊണ്ട് നമ്മൾ പായുന്നു. എന്നാൽ ദുനിയാവിന്റെ ഗതിയും ഇതാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇവിടെ വിജയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പരാജയമെന്ന് പറയുന്നത് ദുനിയാവാകുന്ന ഈ കളിക്കളത്തിലെ വിജയവും പരാജയവും നമ്മുടെ അവസാനത്തെ യാത്രയാണ്. ആ യാത്രക്ക് വേണ്ടി അസ്രായീൽ എന്ന റഫറി വന്നിട്ട്, അസ്രായീൽ എന്ന ദൂതൻ വന്നിട്ട് ജീവനാകുന്ന പന്തിനെ അങ്ങ് പിടിച്ചെടുത്താൽ, ജീവനാകുന്ന പന്തിനെ ഈ ദുനിയാവാകുന്ന കളിക്കളത്തിൽ നിന്ന് ഉയർത്തിയെടുത്താൽ നമ്മൾ കളിക്കളം വിട്ട് ഓടുകയാണ്, കളിക്കളം വിട്ട് പോവുകയാണ്. എവിടേക്ക്? നമ്മുടെ വീട്ടിലേക്ക്, ശാശ്വതമായ ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന ബർസഖിലേക്ക്, അനന്തരമായി കടന്നു വരുന്ന ആഖിറ ലോകത്തേക്ക് നമ്മൾ യാത്രയാവുകയാണ്. പഠിക്കേണ്ടുന്ന പാഠം എന്താ? ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യം എന്താണ്? ദുനിയാവാകുന്ന കളിക്കളം അവസാനിച്ചു കഴിഞ്ഞാൽ, പിരീഡ് നിശ്ചയിക്കപ്പെട്ട സമയം തീർന്നു കഴിഞ്ഞാൽ ഇവിടം വിട്ട് നമ്മൾ പോകേണ്ടി വരും, ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്രയാകേണ്ടി വരും. ഖുർആൻ പിന്നെ പറഞ്ഞതെന്താ? ഈ ദുനിയാവിനെ സംബന്ധിച്ച്, അല്ലാഹു തന്ന ആയുഷ്കാലത്തെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വലഹുവ്, ഈ ദുനിയാവിൽ നമുക്കുള്ളത് വിനോദമാണ്, തമാശയാ. എന്താ തമാശയുടെ പ്രത്യേകത? അതിര് വിട്ടാൽ ആരും ഇഷ്ടപ്പെടാത്തതാണ്, പരിധി വിട്ടാൽ ആരും ഇഷ്ടപ്പെടാത്തതല്ലേ തമാശ. ഞാൻ ഈ സദസ്സിൽ നിന്നുകൊണ്ട്, ഈ ടേബിളിന് തൊട്ടടുത്ത് നിന്നുകൊണ്ട്, നിങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പരിധിക്കപ്പുറം തമാശ പറഞ്ഞാൽ, ഒരു പരിധിക്കപ്പുറം തമാശയിലൂടെ കടന്നുപോയാൽ അരോചകമായി തീരുമെന്നതിൽ സംശയമില്ല. നിങ്ങളുടെ കാതുകൾ അത് കേൾക്കാൻ ഇഷ്ടപ്പെടില്ല, നിങ്ങളത് കേൾക്കാൻ താല്പര്യപ്പെടില്ല. തമാശക്ക് പരിധിയുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ ദുനിയാവിലെ ആയുഷ്കാലം എന്ന് പറയുന്നത് തമാശയാണ്, അതിന് നിശ്ചിതമായ പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്ന ഈ താൽക്കാലികതയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് റബ്ബ് തിരിച്ചു പിടിക്കുന്നു. ഈ ആയുഷ്കാലത്തെ അല്ലാഹു തിരിച്ചു വിളിക്കുകയാണ്. ഇതാണ് ഈ പ്രപഞ്ചത്തെ, നമ്മുടെ ആയുഷ്കാലത്തെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഭംഗ്യന്തരേണ നമ്മൾ പറയുന്ന ഈ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കുറഞ്ഞ കാലം, വളരെ കുറച്ചു കാലം മാത്രമാണ് ഇവിടെ നമുക്കുള്ളത്. അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണേ. മഹാന്മാർ ഈ ദുനിയാവിനെ കുറിച്ചൊന്ന് പഠിക്കാൻ, ഈ പ്രപഞ്ചത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ മഹാന്മാർ ഉദാഹരിച്ചു തന്നത് ഈ ദുനിയാവെന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ്. എത്ര തന്നെ കൈവശം വന്നാലും, എത്ര തന്നെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞാലും, കോടീശ്വരനായി കോടാനുകോടിയുടെ ഉടമയായി നമ്മൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും ദുനിയാവിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞു തന്നത് അതേറ്റവും ചെറുതാണ്, അതേറ്റവും ചെറുതാണ്. ദുനിയാവിൽ എത്ര കിട്ടിയാലും അതേറ്റവും ചെറുത് 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 ചെറുത്